നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത നടപടികളാണ് തുടരുന്നത്. കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇളവുകൾ നൽകുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾ കടുത്തതോടെ പ്രവാസികളുടെ മടങ്ങിപ്പോക്കിനെ തുടർന്ന് വ്യാവസായിക വാണിജ്യ രംഗത്തുണ്ടായ മുരടിപ്പ് മറികടക്കാൻ വിസ ചട്ടങ്ങളിലടക്കം ഇളവുകൾ നൽകി വരികയാണ്. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടർന്ന കുവൈറ്റ് നിയമലംഘനങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിനിടെ തന്നെ 10,000-കണക്കിന് പ്രവാസികളെ ഭരണകൂടം നാടുകടത്തിയെന്നാണ് പുറത്തെത്തുന്ന റിപ്പോർട്ട്. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 25,000-ഓളം പേരാണ് കുവൈറ്റിൽ പിടിയിലായത്. 2011 ശേഷമുള്ള കണക്കാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു തവണ നാടുകടത്തപ്പെട്ടവർ മറ്റൊരു പാസ്പോർട്ടിൽ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയാൻ വിമാനത്താവളങ്ങളിലും കരാതിർത്തികളിലും വിരലടയാളം രേഖപ്പെടുത്തുന്ന തിരിച്ചറിയൽ മാർഗം ഇതിനോടകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാർഗം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിന്നാണ് ഇത്രയും പേർ പിടിയിലായത്. വ്യാജ പാസ്പോർട്ട് അടക്കമുള്ള നിയമലംഘനങ്ങളിൽ പിടിയിലായ 8 ലക്ഷം പ്രവാസികളെ നാടുകടത്തിയെന്നാണ് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. 1992 മുതലുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. 22 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നാടുകടത്തപ്പെട്ടത്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവർ, താമസരേഖകൾ ഇല്ലാത്തവർ, വിവിധ കേസുകളിൽപ്പെട്ട് കോടതി നാടുകടത്തിയവർ, ക്രിമിനൽ കേസുകളിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയവർ എന്നിവരെയാണ് കുവൈറ്റിൽ നിന്നും നാടുകടത്തുന്നത്. അതേസമയം നാടുകടത്തപ്പെട്ടവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തെത്താൻ ശ്രമിച്ചവരാണ് ഇത്തരത്തിൽ പിടിയിലായത്. ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ കൂടുതൽ. ഇത്തരത്തിൽ രാജ്യത്തെത്തുന്നവർ കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതായുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് ഇങ്ങനെ തീരുമാനം കൈക്കൊണ്ടതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോവിഡ് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. 34 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ നേരിട്ടുള്ള യാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. വിലക്ക് നീക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുണ്ടാകില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കോവിഡ് കേസുകൾ ഉയർന്ന തോതിലുള്ള രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാണ് കുവൈറ്റ് നേരിട്ടുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. സമീപ രാജ്യത്തെത്തി 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം രാജ്യത്തെത്താം എന്നാണ് കുവൈറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ ദുബായ്, തുർക്കിയിലെ ഇസ്താംബുൾ വിമാനത്താവളങ്ങളിലെത്തി 14 ദിവസം അവിടെ കഴിഞ്ഞ ശേഷമാണ് പലരും കുവൈറ്റിലെത്തുന്നത്. ഈ മാർഗത്തിലൂടെ കുവൈറ്റിലെത്താൻ വൻ തുകയാണ് ചെലവാകുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.